ഏവർക്കും സുപ്രഭാത്. ഇസ്ഹാക്ക് കണ്ണ് കാണാൻ കഴിയാത്തവനും വൃദ്ധനുമായിട്ട് തീർന്നു. തൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം കൂടിയുണ്ട്, അല്പം വേട്ടയിറച്ചി കഴിക്കണം എന്നുള്ളതാണ്. മൂത്ത മകനെ വിളിച്ച് അവനോട് ഈ ആഗ്രഹം താൻ പങ്കുവെക്കുകയുണ്ടായി. ഏശാവ് വേട്ടയിറച്ചി നേടുവാനായിട്ട് കാട്ടിലേക്ക് പോയി. പക്ഷേ വേട്ടയിറച്ചി കൊണ്ടുവരണം, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ വാക്ക് തൊട്ട് അടുത്ത് നിന്ന് രഹസ്യമായിട്ട് റിബേക്ക എന്ന ഇസ്ഹാക്കിന്റെ ഭാര്യ കേട്ടു. ഉടനെ തന്നെ താൻ ഏറെ സ്നേഹിക്കുന്ന യാക്കോബിന് ആ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് യാക്കോബിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി തരാം, നീ അതുകൊണ്ട് കൊടുക്കുക, അങ്ങനെ നീ ആ അനുഗ്രഹത്തെ കൈപ്പറ്റുക. ഇവിടെ ഇസ്ഹാക്കിന്റെ ഭാര്യയായ റിബേക്ക, ആ റിബേക്കയ്ക്കുണ്ടായ രണ്ട് മക്കൾ ഏശാവും യാക്കോബും. ഇവർ രണ്ടുപേരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണ് എന്ന് വരികിലും ഈ രണ്ടുപേരോടുമുള്ള അമ്മയുടെ മനോഭാവം വ്യത്യസ്തമായിരുന്നു. ഏശാവ് എന്ന മൂത്ത മകനേക്കാൾ ഏറെ റിബേക്ക സ്നേഹിച്ചിരുന്നത് യാക്കോബ് എന്ന ഇളയ മകനെയായിരുന്നു. ഇത് ഒട്ടുമിക്ക വീടുകളിലും സംഭവിക്കുന്നതാണ്. മക്കളെ വ്യത്യസ്തമായ കണ്ണുകളിൽ കാണുകയും ചിലർക്ക് കൂടുതൽ പരിരക്ഷ നൽകുകയും ചിലരെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ധാരാളമുണ്ട്. അത് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ഉലച്ചിലുണ്ടാകുന്നതിന് കാരണമായിട്ട് തീരും. ദൈവം അവകാശമായിട്ട് നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്ന മക്കളെ ഒരുപോലെ കാണുവാൻ, ഒരുപോലെ സ്നേഹിപ്പാൻ, ഒരുപോലെ അവർക്ക് വേണ്ടി വേണ്ടുന്നതെല്ലാം ചെയ്യുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അവരോട് നാം കാണിക്കേണ്ട സ്നേഹം എല്ലാവരോടും തുല്യതയുള്ള സ്നേഹമായിരിക്കണം. ഇത് കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബവും കുടുംബജീവിതവും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ഈ ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തി മുന്നോട്ട് പോകുവാൻ സർവശക്തൻ എല്ലാവരെയും സഹായിക്കുമാറാകും.